നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സമീപകാലത്ത് വളരെ മോശം പ്രകടനമാണ് സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ പരാഗ്വയോട് ബ്രസീലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. 16 വർഷത്തിന് ശേഷം ഇതാദ്യമായിക്കൊണ്ടാണ് ഈ എതിരാളികളോട് ബ്രസീൽ പരാജയപ്പെടുന്നത്. മാത്രമല്ല, ഇത്തവണത്തെ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ 8 മത്സരങ്ങളാണ് ബ്രസീൽ കളിച്ചിട്ടുള്ളത്. അതിൽ 4 മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. നെയ്മർ ജൂനിയർ ഇല്ലെങ്കിൽ അവരുടെ സ്ഥിതി അത് വളരെ പരിതാപകരമാണ്. സമീപകാലത്തെ കണക്കുകൾ അത് തന്നെയാണ് കാണിക്കുന്നത്. മുൻ ബ്രസീലിയൻ താരമായിരുന്ന നെറ്റോ നെയ്മർ ജൂനിയറെ എപ്പോഴും വിമർശിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ നെയ്മറുടെ കാര്യത്തിൽ തനിക്ക് തെറ്റുപറ്റി എന്നുള്ളത് നെറ്റോ തന്നെ ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. നെയ്മർ ഇല്ലാതെ കളിക്കൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അസാധ്യമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഒരുപാട് കാലമായി പറയുന്ന കാര്യമാണ് നെയ്മർ ജൂനിയർ ഇല്ലാതെ ബ്രസീൽ കളിക്കണമെന്ന്. പക്ഷേ അത് സാധ്യമല്ല എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. നെയ്മറുടെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റി. നെയ്മർ ജൂനിയർ ഇല്ലെങ്കിൽ അടുത്ത വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ടം പോലും നമ്മൾ കടക്കില്ല. നെയ്മർ ഇല്ലാതെ ബ്രസീൽ മുന്നോട്ട് പോകുമെന്ന എൻ്റെ ധാരണ അത് തീർത്തും തെറ്റായിരുന്നു. ഇതാണ് നെറ്റോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത മാസത്തെ ബ്രസീലിൻ്റെ മത്സരങ്ങളിലും നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നെയ്മർ തിരികെ വരികയാണെങ്കിൽ അത് നവംബർ മാസത്തിലായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം മാത്രമാണ് നെയ്മർക്ക് ബ്രസീലിന് വേണ്ടി കളിക്കാൻ സാധിക്കുക. നെയ്മറുടെ അഭാവം തീർച്ചയായും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.